ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനക്കും മക്കൾക്ക് ഇവിടെ സുഖമാണ്. അപ്പം ഇന്ന് രാവിലത്തെ നാശ്ത എന്താ പറഞ്ഞാൽ ഇഡ്ഡലിയും നല്ല സാമ്പാറും പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പൊരിച്ച് വെച്ചിന് കേട്ടോ. അപ്പം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ പറഞ്ഞാൽ രാവിലെ എണീച്ച് നല്ല മഴയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ എണീച്ച് നമുക്ക് എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ നമ്മളൊരു മൈൻഡ് ഫ്രീ ആണെന്ന് നല്ലൊരു വെയിലും ഒരു വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ഒരു ഫ്രീ ആയിരിക്കും. അപ്പം ഞാൻ എന്താക്കി പറഞ്ഞാൽ ഇതേ രാവിലെ ഒരു 7:30 കേട്ടോ. അപ്പം എന്താക്കി കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ച് വെച്ച് ചോറാക്കി വെച്ച് സാമ്പാറും ആക്കി വെച്ച് ഇഡ്ഡലിയൊക്കെ ചുട്ട് കുട്ടികളെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതോടുകൂടി ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ. നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തൂല കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എൻ്റെത് അപ്പോൾ കുറേ നേരം ഈ മഴ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. ഇപ്പോൾ ഒക്കെ ഇങ്ങനെ മഴ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണോ എന്താ എനിക്ക് അറിയുന്നില്ല. നല്ല മഴയായിരുന്നു. ഒരു 7:30 ആണ് സമയത്ത് ഇരുട്ട് കുത്തി നിന്നിട്ട് നല്ല കർക്കിടക മാസത്ത് പെയ്യും പോലെ ഇങ്ങനെ ഇരുട്ട് കുത്തി പെയ്യട്ടെ. അപ്പം ഞാൻ കിളി പോയ പോലെ കുറേ നേരം പുറത്തൊക്കെ നോക്കിയിട്ട് നിന്ന് എന്തോ ഒരു മൈൻഡ് ഒരു ഔട്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക കുറേ നേരം ഞാനും പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എന്താ പറയുക നാഷ്ടൻ്റെയും കുട്ടികളെ കൊടുത്തേക്കേണ്ടത് ഇതൊക്കെ പണിയൊക്കെ ആയതാണല്ലോ. അപ്പം ഞാനും കുറേ നേരം പുറത്തേക്ക് തന്നെ നോക്കിയിട്ട് മറ്റേ കിളി പോയ ആൾക്കാർ നിൽക്കും പോലെ നിന്നപ്പോഴാണ് ചിപ്പ് ഇസ്തിരി ഇടുന്നുണ്ട് കേട്ടോ യൂണിഫോം. അപ്പോൾ ഓൾ എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ ഇസ്തിരി ഇട്ടോണ്ട ഓളതോള് ടോപ്പൊക്കെ തേച്ച് കഴിഞ്ഞിനേനു. അപ്പോൾ ഓളങ്ങനെ ഇസ്തിരി ഇടുമ്പോൾ ഞാൻ എന്താക്കി വെറുതെ ക്യാമറയും കൊണ്ട് ഞാൻ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ എന്താക്കി അപ്പോൾ ഓള് പറഞ്ഞാൽ പിന്നെ ഞാൻ കുളിക്കാനും ഒരുങ്ങാനും പോട്ടെ ഉമ്മ ഇസ്തിരി ഇടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താക്കി ഹുസ്നാൻ്റെ ഷർട്ടും ഓള ടോപ്പും ഇതൊക്കെ ഇസ്തിരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളുണ്ടാകുമ്പോഴൊക്കെ ഉള്ളൂ നമ്മളെ മക്കൾക്കൊരു സുഖം കിട്ടുക. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ. അപ്പോൾ പിന്നെ ഓരോ എന്താക്കി ചായ കുടി ഓരോ മാറ്റലും ഒരുങ്ങലൊക്കെ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വേഗം എന്താക്കി നോക്കി നിൽക്കാനൊന്നും നിന്നില്ല. വേഗം ഉണ്ടായ പാത്രങ്ങളൊക്കെ തേച്ച് വെച്ച് വീതനയും തണക്കൊന്ന് വൃത്തിയാക്കിയിട്ടാൽ തന്നെ നമുക്കൊരു മനസ്സിനൊരു സമാധാനമല്ലല്ലോ. അല്ലെങ്കിൽ നിറച്ചും പാത്രമൊക്കെ സിങ്ക് കിടക്കുമ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഒരു മൈൻഡ് എങ്ങനെയാണ് പറഞ്ഞാൽ കുട്ടികൾ പോയപാടില്ല പാത്രങ്ങൾ തേച്ച് കേൾക്കുക സ്ലാബൊക്കെ ഒന്ന് നീറ്റം തുടച്ച് വൃത്തിയാക്കിയിട്ട് വേഗം വീഡിയോ അപ്ലോഡ് ആക്കാൻ പോക്കാണ് ഇപ്പോഴത്തെ ഒരു മൈൻഡ് കേട്ടോ. അപ്പോൾ വർക്ക് ഏരിയയിലാണല്ലോ പാത്രം കഴുകലും വെച്ചുണ്ടാക്കലൊക്കെ. അപ്പോൾ ഇത് ഉള്ളിലത്തെ കിച്ചൻ്റെ അടുത്ത് വീണ്ടും ഞാൻ ഹോം ടൂർ ഇട്ടിനി. ഫസ്റ്റ് വീഡിയോ തുടങ്ങിയ പാടിട്ടതാണ്. വീണ്ടും ആൾക്കാർ എൻ്റെ അടുത്ത് ഹോം ടൂർ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് അയക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ ഹോം ടൂർ ഇടാം. അതുതന്നെ ഇനിയിപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് ഹോം ടൂർ അതൊരു കറക്റ്റും അല്ല. അപ്പോൾ നമുക്ക് വീഡിയോ ശരിക്കും എഡിറ്റ് ആക്കാനൊന്നും അറിയാത്തൊക്കെ ഒരു സമയത്തായിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായത്. ഇൻഷാ അല്ലാ എന്തായാലും ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇതെല്ലാം വെക്കുന്നതിൽ കപ്പ് ഇതൊക്കെ വെക്കുന്നതിൽ കാൽസ്യം ഗുളിക ഉണ്ട്, തലവേൻ്റെ ഗുളിക ഉണ്ട്, ഇതൊക്കെ ഗുളികകളൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ കവറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അവിടെ എല്ലാം തുടച്ച് അവിടെ ഡെയിലി നമ്മൾ തുടക്കുകയാണെങ്കിൽ ഒന്നും കൂടി കൈ ഓടിച്ചാൽ ഒന്നും കൂടി വൃത്തി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓവനിൽ എന്താ പറഞ്ഞാൽ ഇപ്പോൾ എന്ത് കിട്ടിയാലും ഉസ്നാക്കൊരു സ്വഭാവം എന്താ പറഞ്ഞാൽ അതിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് തിന്നലാണ് കേട്ടോ. ഒന്ന് ചൂടൊന്നും ഓള കണ്ടീച്ചല്ലേ മര്യാദയ്ക്ക് ചൂടൊന്നും ആകൂല. ഓമൻ ആദ്യം നല്ല ഡിഗ്രി 100 ഡിഗ്രിയിലൊക്കെ ഇട്ട് ചൂടാക്കിയിട്ട് പിന്നെ സാധനം വെക്കലാണല്ലോ. ഓളെന്താക്കും കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഇട്ട് വെക്കും. സ്വിച്ച് ഇട്ടിട്ട് അതിൻ്റെ ടിന്നൊരൊച്ച വരുമ്പോൾ ഓളെന്താക്കും അത് എടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറുങ്ങനെ ഒരു ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതെന്താക്കി അതൊക്കെ ഒന്ന് തുടച്ച് അതിൽ ആ ട്രേയും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ചേക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. ഇതൊക്കെ കുട്ടികൾ പോയി ഒരു 8:45 ആകുമ്പോൾ എടുക്കുന്ന പണിയാണ്. ചില ദിവസം ഇങ്ങനെയൊക്കെയാണ്, ചില ദിവസം അതിനും വേണ്ടിയിട്ട് മടി കുത്തിയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഇതിലൊക്കെ വെള്ളമുണ്ടോ പ്ലാന്റിൽ മണി പ്ലാന്റിൽ വെള്ളമുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ചെടി നട്ടാൽ എന്താ പറയുക ചാകൂല ജീവിക്കൂല ആ അവസ്ഥയിലാണ് ചെടി ഉണ്ടാവുക. എന്നാൽ നല്ലോണം ഉഷാറായി വരില്ല എന്നിട്ട് അത് പോകില്ല. ആ ഒരു കോലത്തിലാണ് ഉണ്ടാകുക. അപ്പം നിങ്ങളൊക്കെ വിശേഷം എന്താണ് മക്കളെ, സുഖമല്ലേ നിങ്ങൾക്കൊക്കെ? എൻ്റെ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇതുവരെക്ക് ഞാൻ എത്തി. ഇൻഷാ അല്ലാ 2K ആകാനായിട്ടുണ്ട്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എന്താക്കി ചായ കുടിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ നാഷ്ടാക്കിയിട്ടും ചായ അടിച്ചിട്ടൊന്നുമില്ല. പള്ളങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ട് നമ്മളെ റസി ഉസ്താദ് പറയുന്നുണ്ടായി, നമുക്കൊരു ഉസ്താദ് ഉണ്ടായിന് പള്ളൻ്റെ ഉള്ളിൽ നിന്ന് വസമായി ഓതുന്നുണ്ട്. അതുപോലെ വസമായി ഒക്കെ ഓതാൻ തുടങ്ങിയിക്കണ്. പിന്നെ തുണിയും കൂടി മെഷീനിൽ ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് അടുത്ത പരിപാടി എന്താ അറിയേണ്ടത്, നല്ല അങ്ങോട്ട് പിന്നെ ഹോം തിയേറ്ററിൽ പാട്ട് അങ്ങോട്ട് ഈ പാട്ട് ഇനി ഓഫ് എപ്പോഴും അറിയോ, എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട് ഞാൻ ഓഫാക്കൽ.
ഇതും ഇട്ടിട്ട് ഇതങ്ങോട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സൗണ്ടിൽ ഞാൻ ഇടും. എന്നിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോയതാണ് കേട്ടോ. ഒക്കെ ഓരോ പാത്രങ്ങളിലേക്ക് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ചോറും കറിച്ചട്ടിയിൽ കറി പിന്നെ അങ്ങനെ എന്താക്കി ഒഴിവാക്കിയെല്ലാം വെച്ച് എല്ലാം തേച്ചേക്ക് ഒഴിവാക്കി വെച്ചിന്. അപ്പം ഞാൻ നിങ്ങളാരും വിചാരിക്കേണ്ട റഹ്മത്താത്ത വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഈ 2 ഇഡ്ഡലി എടുക്കുന്നത്. എനിക്ക് ഇഡ്ഡലിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമല്ല സാധനം ഒന്നല്ല ഇഡ്ഡലി. പക്ഷെ പൈക്കുന്നതിനിപ്പോൾ രാവിലെ തന്നെ പഴഞ്ചോറ് അടിക്കാൻ പറ്റൂലല്ലോ. പഴഞ്ചോറ് അടിക്കാത്ത കേടുമില്ല, പഴഞ്ചോറ് വയ്ക്കുകയും ചെയ്യും. അപ്പം ഞാൻ എന്താക്കി 2 ഇഡ്ഡലിയും സാമ്പാറും ഇട്ട്